പറയുകയാണ്. ക്രൂര ലൈംഗിക അതിക്രമത്തിന് വിവരങ്ങളാണ് ഈ മൊഴിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഹോം സ്റ്റേ മുറിയിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത്. ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്ന് അറിയിച്ചു. മാനസികമായും ശാരീരികമായി തകർന്നു പോയി എന്നാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാനായി രാഹുൽ പിറകെ നടന്നു. ഫോൺ എടുത്തില്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നു. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള പല വിചിത്രമായ ആവശ്യങ്ങളും രാഹുൽ ഉന്നയിച്ചിട്ടുണ്ട്. രാഹുലിനെ ഭയമാണ് തനിക്ക് എന്ന് അതിജീവിത ഈ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. കേസുമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നു എന്നും അന്വേഷണ സംഘത്തോട് അതിജീവിത പറഞ്ഞതായി ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂട്ടർ സീൽ വെച്ച കവറിൽ ഈ മൊഴി സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സംഭവത്തിൽ വരുന്ന ഏറ്റവും പുതുതായ വിവരങ്ങൾ. മനീഷ് മഹിപാൽ ഈ വിവരങ്ങൾ പങ്കുവെച്ച മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഇത് അങ്ങേയറ്റം നടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ. ഈ തരത്തിലുള്ള ഒരു പീഡനം നടന്നു എന്ന് ഈ പെൺകുട്ടി ഈ അതിജീവിത മൊഴി നൽകിയ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? GK, ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ഒരു ബ്രൂട്ടൽ റേപ്പാണ് നടന്നതെന്നാണ് പെൺകുട്ടി IGG പൂങ്കുഴലിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇത് രഹസ്യ മൊഴിയായി തന്നെ കോടതിയിൽ സീൽ വെച്ച കവറിൽ നിലവിൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വളരെ ഗൗരവമേറിയ സ്വഭാവമാണ്. രാഹുലിന്റെ ആദ്യത്തെ കേസിനേക്കാൾ വളരെ ഗൗരവമേറിയതാണ് രണ്ടാമത്തെ കേസെന്ന് തെളിയിക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി. അതായത് ദേഹമാസകലം മുറിവേൽപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ഹോസ്റ്റൽ മുറിയിൽ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു. സംസാരിക്കാനാണെന്ന് പറഞ്ഞെത്തിയ ശേഷം അവിടെ വെച്ച് തന്നെ പീഡിപ്പിച്ചു. ഐ വാണ്ട് ടു റേപ്പ് യു എന്ന രീതിയിൽ നിരന്തരമായി ആവർത്തിച്ചു. പിന്നീട് ഈ ലൈംഗിക ബന്ധത്തിന് ശേഷം തന്നെ റേപ്പ് ചെയ്ത ശേഷം പിന്നീട് 2-3 ദിവസത്തേക്കല്ല കുറച്ച് നാളത്തേക്ക് ഫോൺ എടുത്തില്ല. പിന്നീട് വിവാഹ ബന്ധത്തിൽ, അതായത് വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് ഇയാൾ മാറി നിന്നു. പിന്നീട് വീണ്ടും താനുമായി ബന്ധം സ്ഥാപിക്കാനായി ഇയാൾ വന്നു. ഇയാൾ പലതവണ കേരളത്തിലെ തന്റെ വീട്ടിലെത്തി കാറിൽ തന്റെ വീടിന്റെ വാതിൽക്കൽ കാത്തു നിന്ന ശേഷം തന്നെ വിളിച്ചു, തന്നോടൊപ്പം പോരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും വെളിപ്പെടുത്തും, തന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത് തന്നെ തനിക്ക് പേടിയായിരുന്നു. 2023 ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിക്ക് അന്ന് 21 വയസ്സ് മാത്രമാണ് പ്രായം. ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ 23 വയസ്സുണ്ട്. ഇന്നലെയായിരുന്നു നേരത്തെ അന്വേഷണ സംഘം പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. മെയിൽ മുഖേന പെൺകുട്ടി നൽകിയ പരാതിയിൽ റിപ്ലൈ ആയി പോലീസ് കൊടുത്ത നോട്ടീസിൽ എപ്പോൾ മൊഴിയെടുക്കാൻ സാധിക്കുമെന്ന് അന്വേഷണ സംഘം ചോദിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.